ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ്, മഴയൊക്കെ പോയിന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മമ്മി വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അടുക്കളയിൽ കയറി ചായ എടുക്കുക കേട്ടോ. ഇവിടെ ചായക്ക് മധുരം എനിക്ക് മാത്രം മതി കേട്ടോ, ബാക്കി എല്ലാവർക്കും വിത്തൗട്ടാണ്. പിന്നെ കുഞ്ഞിന് പാലും കൂടെ വെച്ചു. അപ്പോഴത്തേനും മമ്മി കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ചിട്ടോ. പിന്നെ അതിലേക്ക് അരി കഴുകിയിട്ടു. പിന്നെ ഞാൻ ഇന്ന് പുട്ടാക്കാമെന്ന് ഓർത്ത് അതിലേക്ക് ഇച്ചിരി ക്യാരറ്റൊക്കെ അരിഞ്ഞിട്ടിട്ട്, ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്ത പിന്നെ എനിക്കിപ്പോൾ ക്യാരറ്റ് ഇട്ടാലും ഒരു സമാധാനമുള്ള കേട്ടോ. അങ്ങനെ അതും വെച്ചിട്ട് മുട്ടയും പഴം കൂടെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് അതും കൂടെ വെച്ച് ഞാനും മമ്മിയും കുഞ്ഞും മാത്രമേ ഉള്ളൂ. ചേട്ടൻ ഇന്ന് അപ്പൂൻ്റെ വണ്ടിയിൽ പോയിരിക്കും, അപ്പും ചേട്ടയും കൂടെ പോയിരിക്കുന്നത്. അപ്പൂൻ്റെ കൂടെ പോകുന്ന പയ്യൻ വന്നിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ അതും വെച്ചിട്ട് തേങ്ങ പൊതിക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങി കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ പൊതിച്ചിട്ട് അകത്ത് കയറിയപ്പോഴത്തേനും കുഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനും മമ്മിയും ഉള്ള ദിവസം ഇങ്ങനെ എന്തെങ്കിലും തട്ടിക്കോട്ട് എന്ന് വെച്ചാൽ എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ നോക്കുകയുള്ളൂ കേട്ടോ. പിന്നെ പഴം കുറേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ പുട്ടും പഴം ആക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞിന് പിന്നെ പുട്ട്, പിന്നെ ഉപ്പുമാവ് അങ്ങനത്തെ ഒന്നും പിടിക്കത്തില്ല കേട്ടോ. ദോശ, ചപ്പാത്തി, പൂരി, പിന്നെ ഇടിയപ്പം അങ്ങനത്തെയൊക്കെ ഇഷ്ടമുള്ളവന്. അങ്ങനെ പുട്ടൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് മമ്മി തുണി അലക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയി നോക്കിയപ്പോൾ രണ്ടും കൂടെ അവിടെ വെയിലും കൊണ്ട് റോട്ടിൽ നിൽപ്പുണ്ടേ. ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ്, എല്ലായിടത്തും അങ്ങനെ തന്നെയാണോ. പിന്നെ ചെറിയ ഉള്ളി കുറച്ചുണ്ടായിരുന്നു, അത് പപ്പ കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതെല്ലാം ഒരു ബോക്സിലിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. ഓരോ ബോക്സിലിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കാൻ എളുപ്പമാണല്ലോ. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഓരോ ബോക്സിലിട്ട് വെച്ചു. പിന്നെ ഇന്ന് മീൻ ചേട്ടനെ വിളിച്ച് നോക്കിയപ്പോൾ കുറച്ച് ദിവസമായിട്ട് മീൻ ഇല്ലായിരുന്നു, അപ്പം ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനുള്ളതെല്ലാം അരിഞ്ഞു വെക്കുമായിരുന്നു. അപ്പോഴത്തേനും പുട്ടായി, പഴവും മുട്ടയായി കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് തുണി ഉണ്ടായിരുന്നു, മമ്മി അലക്കി തന്നു. അതെല്ലാം മുകളിൽ കൊണ്ടിടാൻ ഓർത്തുകൊണ്ട് പോയപ്പോൾ നിറച്ച് തുണിയാണ്. ഇപ്പം മഴ ആയതുകൊണ്ട് ഉണങ്ങുന്നില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും കുറച്ച് വെയിലുണ്ടല്ലോ, അതുകൊണ്ട് നല്ലോണം ഉണങ്ങിക്കോളും. നമ്മുടെ മുൻവശമല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, പുറകുവശം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെയാട്ടോ, ചുറ്റിനും മലകളാണ്, ഫ്രണ്ടിലും അതേപോലെയല്ലേ, നല്ല രസമൊക്കെയാണ്. എനിക്കിവിടെ രാവിലെയും വൈകുന്നേരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പകലെന്ന് വെച്ചാൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അതുപോലെ വെയില. പിന്നെ താഴെ വീടുകളൊക്കെ ഉണ്ട്. പുറകിൽ കാണുന്നത് പള്ളിയാട്ടോ. ഞാൻ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പള്ളിയും പിന്നെ അച്ഛൻ താമസിക്കുന്ന ആ ഒരു ഇത് മടമൊക്കെ ആയിട്ട്. പിന്നെ കുഞ്ഞിന് ഫുഡ് കൊടുത്തു, അവനെ കഴിപ്പിച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് ക്യാബേജ് തോരനാക്കാൻ വേണ്ടിയിട്ട് അരിയുവാണ്. അതും അരിഞ്ഞ് വെച്ചിട്ട് മീനുള്ളതും അരിഞ്ഞ് വെച്ചു. അരിഞ്ഞ് വെക്കുവാണെങ്കിൽ എളുപ്പമാണല്ലോ, മീൻ വന്ന് പിന്നെ നന്നാക്കി അടുപ്പത്ത് കയറ്റിയാൽ മതിയല്ലോ. പിന്നെ പുറത്ത് നോക്കിയപ്പോൾ കുറച്ച് മുളകുണ്ടായിരുന്നു പൊട്ടിക്കാൻ, ഇത് മമ്മി നട്ടതാട്ടോ. അങ്ങനെ കുറച്ചെടുത്തു, ബാക്കിയെല്ലാം അതേ തന്നെ നിർത്തി. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയ കണ്ടുകൊണ്ട് കുഞ്ഞും പുറത്തിറങ്ങി വന്നിട്ടോ. അത് കഴിഞ്ഞ് കയറി വന്ന് കഞ്ഞി വാർത്ത്, പിന്നെ പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരാൾ ഫ്രിഡ്ജിൽ നിന്ന് എൻ്റെ പയറെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ എന്തൊക്കെയോ പണിയാണ്. എന്നെ കണ്ടപ്പോഴത്തേന് കുണുങ്ങി പോവുകയാണ്. അത് കഴിഞ്ഞ് ക്യാബേജ് തോരനാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ, അപ്പം അടിക്ക് പിടിക്കില്ലല്ലോ. വെള്ളം ഒഴിക്കാണ്ടിരിക്കും നല്ലത്, പക്ഷേ അത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അടുത്ത് തന്നെ വേണം. കുഞ്ഞൊക്കെ ഉള്ളപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ കരിഞ്ഞു പോകും. പിന്നെ പുറത്ത് വന്നിട്ട് ക്യാബേജ് തോരൻ അടുപ്പത്ത് വെച്ച് പുറത്ത് വന്നിട്ട് നോക്കിയപ്പോൾ ഞാൻ പുതപ്പ് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് വെയിൽ കണ്ടുകൊണ്ട് അപ്പോൾ ചെറിയൊരു മോഡൽ പോലെ ഉണ്ട്. പിന്നെ വണ്ടിയുടെ ഇതെല്ലാം അയച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇച്ചിരി ഓട്ടം കുറവാണ്, അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അയച്ചു വെച്ചിരിക്കുക. പിന്നെ ഞാനും കുഞ്ഞും കൂടെ മീൻ ചേട്ടന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വളത്തിൻ്റെ ഡിപ്പോ ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം അടുത്തടുത്തുണ്ട്, ബാങ്കും ഡിപ്പോയും അംഗൻവാടി അങ്ങനത്തെയൊക്കെ. പിന്നെ അപ്പോഴത്തേനും മീൻ ചേട്ടൻ വന്നപ്പം മത്തി, നത്തൽ അങ്ങനത്തെ ഒക്കെ സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മത്തി മാത്രമേ മേടിച്ചുള്ളൂ, നത്തൽ നന്നാക്കാൻ കുറച്ച് പാടല്ലേ. അപ്പോഴത്തേനും എൻ്റെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം മീൻ നന്നാക്കി കേട്ടോ. അങ്ങനെ മീൻ നന്നാക്കി കുറേ മുട്ട കിട്ടിയേ, അത് വറുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ചേട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞുവിന് ചിലപ്പോൾ തിന്നും, ചിലപ്പോൾ തിന്നത്തില്ല. പിന്നെ ഞാൻ വേഗം കറിയാക്കാമെന്ന് വിചാരിച്ചു. റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് ഉലുവയൊക്കെ ഇട്ട്, പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, തക്കാളി അതൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് മുളക് പൊടിയും ഫിഷ് മസാലയും ഇട്ടിട്ടാണ് ഞാൻ വെക്കുന്നത്, മല്ലിപ്പൊടി ഇടാറില്ല. അങ്ങനെ അതെല്ലാം ഒന്ന് പച്ചമണം മാറുന്നവിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കിയിട്ട് കുടംപുളി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച്, പിന്നെ ഞാൻ അരച്ചിട്ടാട്ടോ വെക്കുന്നത്. അരച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് അരച്ചിട്ടാണ് വെക്കുന്നത്. അങ്ങനെ മത്തി മുളകിട്ടിട്ട് വെക്കുന്നത് നല്ലതാട്ടോ, എനിക്കിഷ്ടമാണ്. പിന്നെ അരച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഒത്തിരി എരിവ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അങ്ങനെ വെക്കുന്നതാണ്. ഇടയ്ക്കൊക്കെ മുളകിട്ടിട്ട് അങ്ങനെ വെക്കാറുണ്ട്. ഇങ്ങനെ ഫിഷ് മസാലയും മുളക് പൊടി ഇട്ടിട്ട്. മുളക് പൊടി മാത്രമല്ല, ഞാൻ മുളക് പൊടി മാത്രം ഇടുന്നത് ഇങ്ങനെ ഓല മീൻ അങ്ങനത്തെയൊക്കെയല്ലേ, മുള്ളില്ലാത്ത മീനില്ലേ, അതൊക്കെ മുളകിട്ടിട്ട് വെക്കുവാണെങ്കിൽ നല്ലതാട്ടോ. തലേന്ന് തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് കറി വെച്ച് വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിറ്റേന്നത്തേക്ക്. അങ്ങനെ വെക്കാറുണ്ട്.
പിന്നെ ഞാൻ കുറച്ച് മീനെടുത്തിട്ട് വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. മുട്ടയും അതേപോലെ തന്നെ മുളകും ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം പുരട്ടിയിട്ട് കുറച്ച് നേരം വെക്കും കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോഴത്തേനും കറി വെന്തിട്ടുണ്ടായിരുന്നേ. അത് മെല്ലെ ഒന്ന് അമ്മ പറയും ഇങ്ങനെ കറി ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്, ഇങ്ങനെ ചുറ്റിക്കണം കേട്ടോ. ഞാനിപ്പോഴും ഇളക്കുള്ളൂ. ഇളക്കുവാണെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞു പോയി അങ്ങനെ പറയുന്നത്. പണ്ടുള്ളവർ പറയുന്നല്ലേ, അമ്മയുടെ അമ്മച്ചിയും അമ്മയുടെ അമ്മയൊക്കെ അങ്ങനെ പറയുമായിരുന്നു. അതിന് മുട്ടയും വറുത്ത് അതിന് കുഞ്ഞിന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര കുരുത്തക്കേട്. എങ്ങനെയെങ്കിലുമൊക്കെ ചോറ് തീറ്റിക്കാൻ ഇതൊക്കെ വഴിയുള്ളൂ. പുറത്തിറക്കുവാണെങ്കിൽ പിന്നെ ചോറ് കഴിച്ചോളൂ. അതുകൊണ്ട് പിന്നെ അപ്പോഴത്തേനും അകത്ത് കയറുമ്പോഴത്തേനും പിന്നെ ഡ്രസ്സ് മാറ്റാനാവും കേട്ടോ. They will come, they will come. Like the sun, like the sun. അങ്ങനെ ഞാൻ അകത്ത് കയറിയിട്ട് കുറേ തുണികളുണ്ടായിരുന്നു. അതെല്ലാം മടക്കി മടക്കി വെക്കുവാട്ടെ. എന്നെ കുഞ്ഞ് സഹായിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇത് ഈ കിടക്കുന്നില്ല, ഇത് മൊത്തം അവൻ ഉറങ്ങാൻ നേരത്ത് വേണം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ അത് ഞാൻ കുളിച്ചപ്പോഴത്തേനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടയും വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.